വേഗം വാ, ഞാൻ ഉച്ചയോട് റെഡിയാക്കാൻ പോവാണേ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് ആട്ടോ ഉണ്ടാക്കുന്നത്. എനിക്കൊരു 45 മിനിറ്റ്സിനുള്ളിൽ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങും എല്ലാം കഴിയണേ. ഞാൻ ഒന്ന് വെളിയിൽ പോകുന്നുണ്ട്, അതുകൊണ്ടാണേ. കണ്ടോ, ഞാൻ മസൂർ ദാൽ വെച്ചിട്ട് പരിപ്പ് കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പരിപ്പ് കഴുകിയിട്ട് വരട്ടെ. ഞാൻ നമ്മുടെ കേരള സ്റ്റൈലും ക്രിയോൾ സ്റ്റൈലും കൂടി എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള റെസിപ്പി ആയിട്ടൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഒരു പരിപ്പ് കറി വെക്കുമ്പോണ്ടല്ലോ, പരിപ്പിലോട്ട് ഉപ്പും തൈമും മാത്രമായിട്ട് എടുത്തോളൂ. നമുക്കത് പോരല്ലോ, നമുക്ക് കുറച്ച് എരിവും ഇതൊക്കെ വേണമല്ലോ. അപ്പൊ ഞാൻ കുറച്ച് സവാളയും കുറച്ച് പച്ചമുളകും ഇട്ടിട്ടാട്ടോ പരിപ്പ് വേവിക്കാൻ വെക്കുന്നത്. അടുത്ത നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്മോക്ഡ് ഫിഷ് സാലഡ് ആണ്. അതായത് പുകച്ച മീൻ. അത് ഒരു 6-7 മണിക്കൂർ എന്തൊക്കെയോ പുകച്ചെടുക്കുന്ന ഒരു മീനാണ്. പക്ഷെ വെന്തോന്ന് വെച്ചാൽ വെന്തിട്ടുണ്ടോ, വെന്തിട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. ഇത് മാർലിനാണ് മീൻ. അപ്പൊ നമ്മുടെ നാട്ടിലെ ഓലക്കൊടിയൻ അല്ലെങ്കിൽ ഓലമീൻ എന്നൊക്കെ പറയത്തില്ല, ആ മീനാണ് കേട്ടോ. പച്ചമീന്റെ മണമൊന്നും ഇല്ല കേട്ടോ, നല്ല ഒരു സ്മോക്കി സ്മെല്ലാട്ടോ വരുന്നത്. നമ്മൾ ഇതിങ്ങനെ നൈസ് ആയിട്ടോ കട്ട് ചെയ്തെടുക്കണ്ടേ. ഇവിടെ തന്നെ ഞാൻ ബാക്കിയുള്ള സാമഗ്രികളോട് കട്ട് ചെയ്തെടുക്കുവാണ്. നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ പച്ചമാങ്ങ ഇങ്ങനെ ചീകിട്ടോ. അപ്പൊ എന്റെ ഉണ്ടായിരുന്ന മാങ്ങ വാടി പോയി, അതിന്റെ കൂടെ തന്നെ ചെറുതായിട്ടൊന്ന് പഴുകും കൂടി ചെയ്തിട്ടോ. അപ്പൊ ചീകിട്ടൊന്നും വരുന്നില്ല, അപ്പൊ വരുന്നത് പോലെ അങ്ങ് എടുത്തിടുവാണ് ഞാൻ. ഇനി ഇതിലോട്ടുണ്ടല്ലോ 1.5 സ്പൂൺ വിനാഗിരിയും 1 സ്പൂൺ ഒലിവ് ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണേ. ഇതിപ്പോ തന്നെ നമ്മൾ കഴിക്കാൻ പാടില്ല, ഒരു കുറച്ചേരം വെയിറ്റ് ചെയ്യണം. അതിന്റെ എരിവും എല്ലാം ഉപ്പുളി എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് പരിപ്പിലേക്ക് പോകാം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് ഞാൻ ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഉടച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു സ്പൂണിന്റെ അടുത്ത് തൈമ ഇട്ടിട്ടുണ്ടല്ലോ, നല്ലതായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ സ്റ്റൈലിൽ കടുകും തളിക്കും കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ തേങ്ങ ചമ്മന്തി കേട്ടോ. അപ്പൊ തേങ്ങ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഇഞ്ചിയും കാന്താരി മുളകും ഒരു ചെറിയ പീസ് ഉള്ളിയും കുറച്ച് പുളിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ തേങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇവിടെയും കിട്ടൂട്ടോ നമുക്ക് ഒരു ചില്ലി ചട്നി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ പച്ചമുളകും ഓയിലും ഉപ്പും കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒരു ക്രീമി ടെക്സ്ചറിൽ തരുന്ന കേട്ടോ. നമ്മൾ ഏത് ഫുഡ് വാങ്ങിച്ചാലും, ഈവൻ പിസ്സ വാങ്ങിച്ചാൽ പോലും നമുക്ക് എക്സ്ട്രാ ചില്ലി ഇങ്ങനെ നമുക്ക് ചില്ലി വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് തരുവേ. അപ്പൊ എന്റെ ക്ലീനിങ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഫുഡ് എടുക്കാം കേട്ടോ. ഫുഡ് കഴിക്കേണ്ടി ഉച്ച നേരത്തേക്ക് ഞാൻ വെളിയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടേക്ക് അവേ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ടൗണിൽ അപ്പൊ നമുക്ക് ഈ ഫുഡിന്റെ സ്മെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര തോന്നൽ വരെ. അതുകൊണ്ട് ഞാൻ നേരത്തെ ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോകണം, എന്തായാലും ഉണ്ടാക്കി. അപ്പൊ ചോറും പരിപ്പ് കറിയും തേങ്ങ ചമ്മന്തിയും സ്മോക്ക് ഫിഷ് സാലഡും എല്ലാം ചേർന്നാട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഊണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.